ഇന്ന് 2024 സെപ്റ്റംബർ മാസം 26-ാം തീയതി സംസ്ഥാനത്ത് BPL APL കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് റേഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് സെപ്റ്റംബർ മാസം 18 മുതൽ ആരംഭിച്ച് ഒക്ടോബർ 8-നകം തന്നെ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ജില്ലകളുടെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. സെപ്റ്റംബർ 18 മുതൽ 24 വരെ തിരുവനന്തപുരം ജില്ലക്ക് മാത്രമായിരുന്നു മസ്റ്ററിംഗ് ചെയ്യാനുണ്ടായിരുന്ന അവസരം. എന്നാൽ ഇന്നലെ മുതൽ, അതായത് സെപ്റ്റംബർ മാസം 25 മുതൽ ഒക്ടോബർ 1 വരെ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലാണ് റേഷൻ മസ്റ്ററിംഗ് നടക്കുന്നത്. ഈ ജില്ലക്കാരാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. സമയമാണ് നിങ്ങൾക്ക് റേഷൻ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമെന്ന് പറയുന്നത്. ഈ സമയം ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ റേഷൻ കടകളിലോ അതല്ലെങ്കിൽ സമീപത്ത് ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എങ്കിൽ അവിടെ എത്തി നിങ്ങൾക്ക് റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വേറെ ജില്ലകളിൽ താമസിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. അതായത് നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലോ അതല്ലെങ്കിൽ പാലക്കാട്, മലപ്പുറം ജില്ലകളിലൊക്കെയാണ് താമസം. എന്നാൽ നിങ്ങൾ ജോലി ചെയ്യുന്നത് ഇപ്പോൾ ഉള്ളത് കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ഏതെങ്കിലും ജില്ലയിലാണ് എങ്കിൽ ഇപ്പോൾ ഈ ജില്ലകൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയം ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ റേഷൻ കാർഡും ആധാർ കാർഡും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ജില്ലയിൽ അടുത്തുള്ള റേഷൻ കടകളിലെത്തി നിങ്ങൾക്ക് റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. അതായത് റേഷൻ വാങ്ങുന്ന റേഷൻ കടകളിലെത്തി തന്നെ മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. അടുത്തുള്ള ഏത് റേഷൻ കടകളിലെത്തിയിട്ടും നിങ്ങൾക്ക് റേഷൻ മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ടത് ആ ജില്ലയിൽ അന്ന് റേഷൻ മസ്റ്ററിംഗ് നടക്കുന്ന സമയമാണ് എന്ന് ഉറപ്പുവരുത്തണം. കിടപ്പ് രോഗികളുടെ കാര്യത്തിൽ ഒക്ടോബർ 8-ന് ശേഷം ഒരു തീരുമാനമെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വീട്ടിലെത്തി റേഷൻ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കാനുള്ള സൗകര്യമുണ്ടാകുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന അതല്ലെങ്കിൽ പഠിക്കാൻ പോയ കുട്ടികൾ, ഇനി ഇന്ത്യക്ക് പുറത്ത് പഠിക്കാൻ പോയ കുട്ടികളും അതല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെയാണ്. ഇത്തരം ആളുകളെ NRK സ്റ്റാറ്റസിലേക്ക്, അതായത് നോൺ റെസിഡൻസ് ഇൻ കേരള എന്ന സ്റ്റാറ്റസിലേക്ക് മാറ്റുകയും താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ അപേക്ഷ കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റാറ്റസ് മാറ്റേണ്ടത്. പിന്നീട് ഇവരുടെ പേര് POS മെഷീനിൽ കാണില്ല, പക്ഷേ റേഷൻ കാർഡിൽ ഇവരുടെ പേര് തുടരുകയും ചെയ്യും. സംസ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് അവർക്ക് ഈ സ്റ്റാറ്റസ് മാറ്റി റെസിഡൻസ് ഇൻ കേരള എന്ന രീതിയിലേക്ക് മാറ്റാനുള്ള സൗകര്യവുമുണ്ട്. ഇപ്പോൾ മഞ്ഞ, പിങ്ക് കാർഡുടമകൾക്കുള്ള റേഷൻ മസ്റ്ററിംഗ് നടപടിയാണ് പുരോഗമിച്ചു വരുന്നത്. നീല, വെള്ള കാർഡുടമകൾക്ക് റേഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ ഇല്ല. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം വരുന്നുണ്ട് എങ്കിൽ ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് അത്തരം വിഭാഗക്കാർക്ക് റേഷൻ മസ്റ്ററിംഗ് ഉണ്ടാവുകയുള്ളൂ എന്ന് അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ റേഷൻ വാങ്ങാൻ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി പോയ ആളുകളുടെ റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് ആളുകൾ POS മെഷീനിൽ കൈവിരൽ പതിപ്പിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി അവരുടെ മസ്റ്ററിംഗ് നടപടി കൂടി പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ 2 മാസങ്ങളിൽ റേഷൻ വാങ്ങാൻ പോയ ആളുകൾ ഒരുപക്ഷെ വീണ്ടും പോകേണ്ടി വരില്ല. എങ്കിൽ കൂടി റേഷൻ മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡ്, അതോടൊപ്പം തന്നെ ആധാർ കാർഡ്, ഇത്രയും കാര്യങ്ങളായിട്ട് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങളും പ്രത്യേകം റേഷൻ കടകളിൽ കൂട്ടമായിട്ടോ അതല്ലെങ്കിൽ ഒറ്റക്കോ ഒക്കെ പോയിട്ട് നിങ്ങൾക്ക് മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 1 വരെ ഞാൻ നേരത്തെ പറഞ്ഞ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്. ഒക്ടോബർ 8 വരെ പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് എന്നീ ജില്ലക്കാർക്കും മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കാനുള്ള അവസരമുണ്ടാകും.